بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്തു ശുഅറ 34 മുതൽ 38 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. قال للملأ حوله قال കഴിഞ്ഞ അധിക വചനങ്ങളിലും ആവർത്തിച്ചു വന്ന പദമാണ് ഖാല എന്നത്. ഖാഫിനും അതിന്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ഖാല ലിൽമലഇ ഹൗലഹു എന്നതിലെ ഹൗ ദമീറിന്റെ ദീർഘം മദ്ദുസ്സിലത്തുൽ കുബ്ര എന്നതാണ്. മദ്ദ് മുൻഫസിൽ ജായിസിന്റെ ദീർഘമാണ് അതിന് വരിക. 4-5 ഹറക്കത്തിന്റെ അളവിൽ അതിനെ ദീർഘിപ്പിക്കണം. വഖഫ് ചെയ്യുമ്പോൾ ഹൗല എന്ന് പറഞ്ഞ് സുക്കൂനോടുകൂടിയാണ് വഖഫ് ചെയ്യുക. ഖാല ലിൽമലഇ ഹൗലഹു ഇന്ന എന്നതിലെ നൂൻ മുശദ്ദദയെ മണിക്കണം. ശദ്ദുള്ള നൂനിനെ ഉന്നത്ത് നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇന്ന ഹാദാ ലസാഹിറുൻ അലീം. ലസാഹിറുൻ റാഇനെ തടിപ്പിക്കണം, തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. റാഇന്റെ തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഐന് ഹൽഖിന്റെ അക്ഷരമുണ്ട് എന്ന കാരണത്താൽ. ഖാല എന്നതില് ഖാഫും അലിഫും, അതുപോലെ ലസാഹിറുൻ എന്നതിൽ റാ, ഇവയ്ക്കാണ് തഫ്ഖീം നൽകേണ്ടത് എന്ന് പറഞ്ഞു. ബാക്കി അക്ഷരങ്ങൾക്കെല്ലാം തർഖീഖാണ്, എല്ലാം ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. അത് പ്രത്യേകം പറയാറില്ല. യുരീദു അൻ യുഖ്രിജകും സാക്കിനത്താനൂനും ശേഷം യാവുമാണ്. ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി സാക്കിനത്താനൂനിനെ യാഇൽ ലയിപ്പിച്ച് മണിക്കണം. യുരീദു അൻ യുഖ്രിജകും ഖാഇന് തഫ്ഖീം കൊടുക്കണം. യുരീദു യുഖ്രിജു റാഇന് കസ്റുണ്ട്, തർഖീഖാണ് കസ്റ നൽകുമ്പോൾ. യുഖ്രിജകും മിൻ അവിടെ സാക്കിനത്താ മീമും ശേഷം മീമും. ഇദ്ഗാം ശഫവി എന്ന് അതിന് പേര് നൽകാം, അല്ലെങ്കിൽ ഇദ്ഗാം മുതമാസിലൈൻ സഗീർ എന്ന ഗണത്തിൽ വരുന്ന ഇദ്ഗാമാണ്. രണ്ടും ഒരേ അക്ഷരമാണ്. എന്നാൽ രണ്ട് മീമും ഒറ്റ മീമാക്കി ശബ്ദ നൽകി ഉച്ചരിക്കുന്നു, മണിക്കണം. അൻ യുഖ്രിജകും മിൻ അർദികും. മിൻ എന്നതിൽ സാക്കിനത്താ നൂനിനെ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. മിൻ അർദികും റാഇന് തഫ്ഖീം, ശേഷം ദ്വാദിന് തഫ്ഖീം. ദ്വാദിന് കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. മിൻ അർദികും ബിസിഹ്രിഹി സാക്കിനത്താ മീമും ശേഷം ബാഉമാണ്. ഇഖ്ഫാ ശഫവി നൽകി മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഉച്ചരിക്കണം. മിൻ അർദികും ബിസിഹ്രിഹി. ബിസിഹ്രിഹി ഇതിലുള്ള ദ്വമീറിന് 2 ഹറക്കത്തിന്റെ അളവിലുള്ള ദീർഘമാണ് വരിക. മദ്ദുസ്സിലത്തു സൂറ ബിസിഹ്രിഹി ഫമാദാ തഅ്മുറൂൻ. ഫമാദാ തഅ്മുറൂൻ റാഇന് തഫ്ഖീം കൊടുക്കുക. തഅ്മുറൂൻ തടിപ്പിച്ച് റാഇനെ ഉച്ചരിക്കണം. ഖാലൂ വീണ്ടും ഖാഫും ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കുക. ഖാലൂ എന്നതിലെ ളമ്മ് 4-5 ഹറക്കത്തിന്റെ അളവിൽ അതിനെ മദ്ദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കണം. ഖാലൂ അർജിഹ് അല്ലേ, അർജിഹ് റാഇന് തഫ്ഖീം കൊടുക്കുക. അർജിഹ് എന്നാണ് അവിടെ പാരായണം ചെയ്തത്. റാഇൻ തഫ്ഖീം അർജിഹ്. അവിടെ യഥാർത്ഥത്തിൽ ആ ഹാ ദ്വമീറാണ്.
പക്ഷെ നമ്മുടെ റിവായത്തിൽ അവിടെ ഹായിന് സുക്കൂനാണ്. അങ്ങനെ ഹാ ദമീറിന് പല മാറ്റങ്ങൾ വരുത്തി, പല മാറ്റങ്ങളോടെ ഉച്ചരിക്കപ്പെടുന്ന പദങ്ങളിൽ ഒരു പദമാണ്. യഥാർത്ഥത്തിൽ അവിടെ അർജിഹി എന്ന് അതിന്റെ ശരിയായ രൂപത്തിൽ പാരായണം ചെയ്തവരുണ്ട്, അർജിഹു എന്ന് ഓതിയവരുണ്ട്, അർജിഹു എന്ന് ദീർഘത്തോടെ ഓതിയവരുണ്ട്, അർജിഹി എന്നും അർജിഹി എന്നും ഒക്കെ ഖിറാഅത്ത് വന്നിട്ടുള്ള ഒരു പദമാണത്. അപ്പോൾ നാം ഇവിടെ പാരായണം ചെയ്യുക നമ്മുടെ റിവായത്ത് പ്രകാരം, ഇമാം ആസിമിന്റെ ഖിറാഅത്ത് പ്രകാരം അർജിഹ്, ശുഅബയും ഹഫ്സും എല്ലാം അർജിഹ് എന്നാണ് പാരായണം ചെയ്യുക. ഖാലൂ അർജിഹ് വഅഖാഹു, അഖാഹു എന്നതിൽ ഖാഇനും അലിഫിനും തഫ്ഖീമാണ്. വഅഖാഹു തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. വബഅസ്, ഈ പദത്തിൽ ബാഇന്റെ സുക്കൂനിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. വബഅസ് ഫിൽ മദാഇനി ഹാശിരീൻ, ഈ പദത്തിൽ ഫിൽ മദാഇനി എന്ന് മദ് മുത്തസിൽ വാജിബ് നൽകി 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഹാശിരീൻ തഫ്ഖീമിന്റെ നാം സൂചിപ്പിച്ചു. ഖാഫ്, അലിഫ്, അർജിഹ് എന്നതിൽ റാഹ്, പിന്നെ അഖാഹു, ഇവയൊഴിച്ച് ബാക്കി എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, പ്രത്യേകം സൂചിപ്പിക്കേണ്ടതില്ല. യഅ്തൂക ബികുല്ലി സഹ്ഹാരിൻ അലീം, യഅ്തൂക എന്ന് തെറ്റായി ഓതും പലരും, അങ്ങനെ പറയരുത്. യഅ്തൂക ബികുല്ലി സഹ്ഹാരിൻ അലീം, തഫ്ഖീമിന്റെ ഒരക്ഷരം പോലും ഈ വചനത്തിലില്ല. സഹ്ഹാരിൻ, അവിടെ തൻവീനിനെ ഇദ്ഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ശേഷം ഹൽക്കിന്റെ അക്ഷരമായ ഐന് വന്നിട്ടുണ്ട്. സഹ്ഹാരിൻ അലീം. അപ്പോൾ എല്ലാ ഹർഫുകളും വളരെ കണിശമായി കൃത്യമായി അതിന്റെ മഖ്റജിൽ നിന്ന് മൊഴിഞ്ഞുകൊണ്ട് അവയ്ക്ക് നൽകേണ്ടതായ സിഫാത്തുകൾ പൂർത്തിയാക്കി നൽകിക്കൊണ്ട് വ്യക്തമായി പാരായണം ചെയ്യുക. ഫജുമിഅ അസ്സഹറതു, ഫജുമിഅ അസ്സഹറ, ഇതിൽ സഹറ എന്നതിൽ റായിന് മാത്രമാണ് തഫ്ഖീം വരുന്നത്, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടത്. ബാക്കി അക്ഷരങ്ങളൊക്കെ തർക്കീഖിന്റേതാണ്. ജുമിഅ, ഐന്, ഹ തൊണ്ടയുടെ മധ്യമാണ്, കൃത്യമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. ലിമീഖാതി, മീഖാ എന്ന് പറയുമ്പോൾ ഖാഫിനും അതിന്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം വരുന്നു, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ലിമീഖാതി യൗമിൻ മഅലൂം, യൗമിൻ എന്നതിലെ തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ, യൗമിൻ മഅലൂം, തൻവീൻ അല്പം പോലും കേൾക്കുകയില്ല, ശബ്ദുള്ള മീമിന് മാത്രം മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക എന്നതാണ് വേണ്ടത്. എല്ലാ ഇതുവരെ പാരായണം ചെയ്ത വചനങ്ങളിലെ ഹർഫുകളൊക്കെ വളരെ കണിശമായി കൃത്യമായി മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിച്ച് പാരായണം ചെയ്യുക. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قال للملأ حوله إن هذا لساحر عليم يريد أن يخرجكم من أرضكم بسحره فماذا تأمرون قالوا أرجه وأخاه وابعث في المدائن حاشرين يأتوك بكل سحار عليم فجمع السحرة لميقات يوم معلوم
കഴിഞ്ഞ വചനങ്ങളിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഫിർഔനും തമ്മിലുള്ള സംഭാഷണമാണ് നാം മനസ്സിലാക്കി വരുന്നത്. അവസാനമായി ഫിർഔൻ പറഞ്ഞത്, നീ നിന്റെ കയ്യിലുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെ പുറത്തെടുക്ക്, അതൊക്കെ കൊണ്ടുവാ, നീ സത്യവാനാണെങ്കിൽ എന്ന് പറയുകയുണ്ടായി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ കയ്യിലുള്ള വടി നിലത്തിട്ട് കാണിച്ചു. അതൊരു സർപ്പമായി ഇഴയാൻ തുടങ്ങി. കക്ഷത്തിൽ കൈവച്ച് അത് പുറത്തെടുത്തപ്പോൾ അത് വെള്ള നിറത്തിലുള്ള പ്രകാശിക്കുന്ന കൈപ്പത്തിയായി അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. ഇതെല്ലാം ദൃഷ്ടാന്തങ്ങളായി അവർക്ക് മുന്നിൽ വെച്ചു കൊടുത്തു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ ഫിർഔൻ പറയുകയാണ്, ഖാല, അവൻ പറഞ്ഞു, ലിൽ മലഇ ഹൗലഹ്, അവൻ്റെ ചുറ്റുമുള്ള പ്രമുഖന്മാരായ മൂപ്പന്മാരായ ആളുകളോട് അവൻ പറയുകയാണ്, ഇന്ന ഹാദാ ലസാഹിറുൻ അലീം, നിശ്ചയമായും ഇവൻ വളരെ നന്നായി അറിവുള്ളവനായൊരു മാരണക്കാരനാണ്, ജാലവിദ്യക്കാരനാണ്, സിഹ്ർ ചെയ്യുന്നവനാണ് എന്ന് പറയുകയാണ്. ഇന്ന ഹാദാ, നിശ്ചയമായും ഇവൻ, ലസാഹിറുൻ അലീം, നല്ല അറിവുള്ള മാരണക്കാരനാണ്. യുരീദു അൻ യുഖ്രിജകും മിൻ അർദികും ബിസിഹ്രിഹി ഫമാദാ തഅ്മുറൂൻ, അവൻ്റെ മാരണവും കൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലയോ ഈജിപ്തുകാരെ, നിങ്ങളെ അവൻ അവസാനം ഇവിടെ നിന്ന് പുറത്താക്കി നിങ്ങൾക്കിടയിൽ മഹാകുഴപ്പമുണ്ടാക്കുവാനാണ് അവൻ്റെ ഈ സിഹ്ർ മുഖേന അവൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഫിർഔൻ തൻ്റെ ചുറ്റുമുള്ള ആളുകളോട് പറയുന്നത്. അതുകൊണ്ട് ഫമാദാ തഅ്മുറൂൻ, നിങ്ങളെന്താ കൽപ്പിക്കുന്നത്? നിങ്ങളെന്ത് എന്നോട് അഭിപ്രായപ്പെടുന്നു? ഞാൻ എന്ത് വേണം? ഇവന് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇനി നാം എന്ത് നടപടി സ്വീകരിക്കണം, നാം എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം എന്ന വിധത്തിൽ ഫിർഔൻ അവരോട് ആരായുകയാണ്. ഫമാദാ തഅ്മുറൂൻ ഖാലൂ, അപ്പോൾ അവർ പറഞ്ഞു, അർജിഹ്, നാം നേരത്തെ സൂചിപ്പിച്ചു, അർജ യുർജി അല്ലെങ്കിൽ അർജ യുർജിഉ എന്നൊക്കെ അത് പാരായണം ചെയ്യപ്പെടുന്നു. അർജ യുർജിഉ എന്നതിൻ്റെ അമറായി അർജി. ഇവിടെ അർജ യുർജി എന്തായിരുന്നാലും അതിൻ്റെ അർത്ഥം വരുന്നത് എന്താണ്? അഖ്ഖറ യുഅഖിറു. അർജയുടെ അമറായി അർജി, അല്ലെങ്കിൽ ഹംസ കളഞ്ഞുകൊണ്ട് തസ്ഹീൽ ചെയ്ത് അർജി. അർജ യുർജിഉ ഇർജാ ആണെങ്കിലും അർത്ഥം ഒന്ന് തന്നെ. അഖിർഹു, അവനെ വിട്ടേക്കുക, സാവകാശം നൽകുക, പിന്തിച്ച് കൊടുക്കുക, അല്പം സമയം അവന് നൽകുക. അർജിഹ് എന്ന് പറഞ്ഞാൽ അഖിർഹു വ അഖാഹു, അവനെയും അവൻ്റെ സഹോദരനെയും, ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ വ ഹാറൂൻ അലൈഹിമസ്സലാത്തു വസ്സലാം, അവരെ രണ്ടുപേരെയും തൽക്കാലം അങ്ങ് വിട്ടേക്കൂ. വലാ തുബാദിർ ബിഉഖൂബതിഹിമാ, അവർക്കിടയിൽ ഇപ്പോൾ യാതൊരു ശിക്ഷാ നടപടിയും സ്വീകരിക്കണ്ട, അതിന് ധൃതി കാണിക്കണ്ട എന്നൊക്കെ പറയുകയാണ് അവർ. എന്നിട്ടോ അർജിഹ് വ അഖാഹു, അവനെയും അവൻ്റെ സഹോദരനെയും അങ്ങ് വിട്ടേക്കൂ. വബഅസ്, എന്നിട്ട് അയക്കുക, ഫിൽ മദായിനി, പട്ടണങ്ങളിൽ, ഈജിപ്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ എല്ലായിടത്തേക്കും ആളെ പറഞ്ഞേക്ക്. ഹാഷിരീന എന്ന് പറഞ്ഞാൽ മൻ യജ്മഊന സഹറ, സാഹിറന്മാരെ ഒരുമിച്ച് കൂട്ടുന്നവർ, അവരെ പറഞ്ഞേക്ക്. ഹഷറ യഹ്ഷുറു എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക, അല്ലേ? മഹ്ഷർ എന്ന് പറയാറുണ്ട്. എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടുന്ന സ്ഥലം അർദുൽ മഹ്ഷർ, പരലോകത്ത് മഹ്ഷർ. അത് തെറ്റായ ആളുകൾ മാഷറ എന്ന് പറയും. അങ്ങനെ ഒരിക്കലും പറയരുത് കേട്ടോ.
മഹ്ശറ അല്ല, മഹ്ശർ. ഇനി മുതൽ തിരുത്തുക. മഹ്ശറ എന്നും പറയുന്നത് മഹ്ശർ എന്നാ പറയാം. അർദുൽ മഹ്ശർ എന്ന ഹദീസിൽ പ്രത്യേകം പറയപ്പെട്ടു. എന്ത് തന്നെ ആയിരുന്നാലും ഹഷറയുടെ ഇസ്മു മക്കാനായി വരിക മഹ്ശർ എന്നാണ്. അപ്പോൾ ഹാഷിരീന ഒരുമിച്ച് കൂട്ടുന്നവരെ, നല്ല ജാലവിദ്യക്കാരെ, സിഹ്റം ചെയ്യുന്ന സാഹിറന്മാരെ ഒരുമിച്ച് കൂട്ടുവാൻ ഈജിപ്തിൻ്റെ പട്ടണങ്ങളിലേക്ക്, പ്രദേശങ്ങളിലേക്ക് ആളെ അയക്കുക. ഇവനെയും അവൻ്റെ സഹോദരനെയും എന്ത് ചെയ്യുക, തൽക്കാലം അങ്ങ് വിട്ടേക്കുക, സാവകാശം കൊടുക്കുക അവർക്ക് എന്ന് പറയുകയാണ്. യഅ്തൂക, അവർ കൊണ്ടുവരുന്നതാണ്, അവർ താങ്കൾക്ക് കൊണ്ടുവരും. ബികുല്ലി സഹാരിൻ അലീം, എല്ലാ നല്ല ശക്തന്മാരായ മാരണക്കാരെയും. സഹാർ എന്ന് പറഞ്ഞാൽ സാഹിറിൻ്റെ മുബാലഗയുടെ രൂപം. ഫആൽ വസ്ന്. ഗാഫിറും ഗഫാറും തമ്മിൽ എന്താ വ്യത്യാസം? ആ വ്യത്യാസം. അതായത് ഗാഫിർ പൊറുക്കുന്നവൻ, ഗഫാർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ശക്തമായി പൊറുക്കുന്നവൻ. എന്നാൽ അതുപോലെ കാഫിർ, കഫാർ എന്നൊക്കെ പറയാറുള്ളത് പോലെ സാഹിറിൻ്റെ മുബാലഗയുടെ ഫആൽ വസ്നാണ് സഹാർ. ഏറ്റവും കൂടുതൽ ശക്തന്മാരായ മാരണം ചെയ്യുന്ന ആളുകളെയും കൊണ്ട് അവർ വരട്ടെ. ആളുകളെ പറഞ്ഞയക്കുക ഈജിപ്തിൻ്റെ പ്രദേശങ്ങളിലേക്ക്. എന്നിട്ട് നല്ല അറിവുള്ള അലീം, സഹാരിൻ അലീം, എല്ലാ നല്ല അറിവുള്ള, കൂടുതൽ അറിവുള്ള ജ്ഞാനികളായ മാരണക്കാരെയും കൊണ്ട് അവർ വരട്ടെ എന്ന് പറയുകയാണ്. ഫജുമിഅ സഹറതു, അങ്ങനെ മാരണക്കാർ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഫജുമിഅ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. അസ്സഹറത്തു സാഹിറിൻ്റെ ബഹുവചനമാണ് സഹറത്ത്. മാരണക്കാർ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ലിമീഖാതി യൗമിൻ മഅലൂം, നിർണിതമായ അറിയപ്പെട്ട ഒരു ദിവസത്തിൻ്റെ സമയത്തിന് വേണ്ടി, ഒരു നിശ്ചിത സന്ദർഭത്തിനൊരു സമയത്തിന് വേണ്ടി. അതായത് ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചു. ഇന്ന ദിവസം ഇത്ര സമയത്ത് ഇന്ന സമയത്ത് നമുക്ക് സിഹർ നടത്താം, പരസ്പരം ഏറ്റുമുട്ടാം എന്ന് അവർ തീരുമാനിക്കുകയും അങ്ങനെ ആ ഒരു നിർണിത സമയത്തിൽ, അറിയപ്പെട്ട ആ ദിവസത്തിൽ, ആ നിർണിത സമയത്തിന് വേണ്ടി അവർ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെട്ടു, ആ മാരണക്കാർ എന്നാണ് പറയുന്നത്. ബാക്കി ഭാഗം നമുക്ക് പിന്നീട് മനസ്സിലാക്കാം.